മിസ്റ്റർ എക്സിൽ ഒരു ലൂസി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. പുള്ളിക്കാരി ഒരു ലോങ് ലീവില. എന്താ കാരണം എല്ലാം പറഞ്ഞോ? മെഡിക്കൽ എന്താ ഇഷ്യമായിട്ട് പുള്ളിക്കാരി US പോയേക്കോ, ഉടനെ ഒന്നും തിരിച്ചു വരത്തില്ലെന്നാണ് പറഞ്ഞത്. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് US-ലാണ്. എന്താ ഒന്നും പറഞ്ഞതുപോലും ഇല്ല. ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് ഒരു ദിവസം പോയി. അപ്പൊ പിന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഇതിനായിട്ട് പേഴ്സണൽ മെഡിക്കൽ റീസൺസ് ആയിട്ട് വെളിയിലോട്ട് പോയതായിരുന്നു. ആണല്ലേ? അതെ. പുള്ളി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയി പ്രിപ്പയർ ആയിക്കോ. നിങ്ങളൊരു നിങ്ങളൊരു 10:55 ആകുമ്പോഴത്തേന് 915 എന്ന് പറയുന്ന ലൊക്കേഷനിൽ എത്തിയേക്കണേ. ഓക്കെ. ആരെങ്കിലും ഒന്ന് സെറ്റായി വരുമ്പോ ലോങ് ലീവ് എടുത്ത് പോവും സിറ്റിന്ന്. എന്റെ വിധി ഇതൊക്കെ തന്നെ. എടാ 15 പേര് റെഡിയായ 15 പേര് മാറി ഇറങ്ങി. ഞാൻ ഓടിച്ചോളാം. എന്റെ വണ്ടി ഞാൻ ഓടിച്ചോളാം. എന്റെ കൊമ്പനെ ഞാൻ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാറില്ല ആർക്കും. എലി ഫ്രീ അല്ലേ, പക്ഷെ എലി വശത്തിന് പൈസ കൊടുക്കണമല്ലോ. വണ്ടിയായിട്ടാണ് അതെ സാബിന് ഗിഫ്റ്റ് ചെയ്ത് തന്നു. ഹലോ, കൊമ്പന്റെ കൊമ്പിലാണ് അവൻ തട്ടിട്ട് പോയത്. കൺസൈൻമെന്റ് അവനെ വിട്ടേരെ. വേണോ കൺസൈൻമെന്റ് വിട്ടേരെ. ജസ്റ്റിൻ മോൻ ഷെയർഡ് അഡ്വർടൈസ്മെന്റ്. എന്താണ് പരസ്യം? നോക്കട്ടെ, ഉപകാരമുള്ള നോക്കട്ടെ. മിസ്റ്റർ എക്സ് കോൾ മീ. എടാ എല്ലാരും ഗ്യാങ്ങോസ് വന്നടാ, ഗ്യാങ്ങോസ് വന്ന്. ചന്ദ്രൻ വണ്ടി ഓടിക്കാറില്ല. അവനല്ല ഇതിനകത്ത് എന്താ അറിയുന്നേ? ആരുടെയും ഗർഭം ഏറ്റെടുത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ മാത്രം അറിയാവുന്ന ഒരുത്തൻ. ലൈനപ്പിട 15 പേര് വേണ്ടേ? ഒരാളുടെ വന്ന ആരെങ്കിലും കൊണ്ട് പോവാ. ലൈനപ്പിട അവൈലബിൾ ഉള്ളവരെ ലൈനപ്പിടാൻ പറ്റുള്ളൂ. നീ രണ്ടുപേരുടെ വേണം ലൈനപ്പിടാൻ. എന്താടാ എന്താ പറഞ്ഞേ? HFനോട് പറയാമേ പറ്റൂല, നിർത്തി പോയിക്കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമെന്നു ചോദിച്ചേ. പറഞ്ഞതേ ഇതിപ്പോ മിയ ഖലീഫ സണ്ണിലിയാൻ വെടിയെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അതുപോലെയാണ്. പിന്നെ സമൂഹത്തിൽ ആരും ജീവിക്കാൻ സമ്മതിക്കില്ല. നിന്നെപ്പോലത്തെ അപരാധികൾ. റേഡിയോ ഫയലിട്ടെന്നാ? വണ്ടി ഫയല്. ഞാനിരുന്ന് ഇന്ന് വരയ്ക്കുമ്പോഴും നീയൊക്കെ പറയണേ. പറയടാ. കോളല്ല എന്റെ വാൾപേപ്പറിന്റെ സൗണ്ട്. അത് കോളല്ല. പറയടാ, പറ. ഈ വണ്ടി വാ. കോള് വന്നോടാ? നിന്റെ വണ്ടി ആളുണ്ടോ? ക്ലാസ് വഴി ഹലോ, ഇതാരാ?
നല്ല സുഖത്തിൽ നിൽക്കുക, ഞാൻ വിളിക്കാം. എന്ത് എങ്ങോട്ട് പോയമാര്? ഞങ്ങളുടെ ഒരു വണ്ടിയുണ്ട്. എടാ തമാശ കളിക്കല്ലേ, ഇത് കൺസൈൻമെന്റ് കളയല്ലേ, നമുക്ക് ഗൺസ് വേണം ഇനി അങ്ങോട്ട് സിറ്റുവേഷൻ എടുക്കാൻ. വാ 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 വാ. അത് കുഴപ്പമില്ല, നമുക്ക് ഗണ്ണ് വേണം. ഈ മിസ്റ്റർ അതെ മിസ്റ്റർ എക്സ് അറിയണ്ട, അത് മറിക്കാം. 5 കണ്ണി എടുക്കുക ഇതിന്ന്. എന്തിന്? മറ്റേ ഞാൻ കഷ്ടപ്പെട്ട് ഒരുത്തനെ പിടിച്ചു കൊടുത്തതാണ്. എടാ ഞാൻ ഇൻഫോർമേഷൻ സിറ്റിസൺ കണ്ണ് വിട്ടുകൂടാ. കണ്ണ് അങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ കണ്ണില്ല. ഓ ആ കണ്ണ് മറിച്ചേക്കും. ഓരോന്നത്തിൽ 5 ഓടിച്ചിട്ട് അപ്പൊ നമ്മളെ പിടിച്ചിട്ട് നമ്മളെ ഗ്യാങ് മൊത്തത്തിൽ സസ്പെൻഡ് അങ്ങ് ചെയ്യും. 915 ഒന്ന് മാർക്ക് ചെയ്തേടാ ചന്ദ്ര. 9 ആണോ? അത് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് 915 മാർക്ക് ചെയ്ത് ഇൻസ്റ്റന്റ് ആണ്, ഇൻസ്റ്റന്റ് മാർക്കാണ് കണ്ടോ? അത് എനിക്ക് റൂട്ട് മാപ്പ് കാണിക്കുന്നില്ല പക്ഷെ അങ്ങോട്ട്. ആ എന്നാ അത് ഞാൻ പറഞ്ഞുതരാം. നേരെ പോ. നേരെ അല്ലല്ലോ, ഇവിടുന്ന് താഴോട്ടല്ലേ പാലം. അണ്ണാ കേല് പോ അണ്ണാ, ഞാൻ മാർക്ക് ചെയ്ത് ആദ്യം നേരെ മെയിൻ റോഡ് വഴിയാണ് പാലം കിടക്കുന്നത്. അണ്ണാ മെയിൻ റോഡ് നമ്മളെ പമ്പില്ലേ മള്ളി പമ്പ്. എനിക്ക് ഈ ഗ്രാഫിക്സിൽ ഒന്നും കാണുന്നില്ല അവിടെ. ഒരു സെക്കൻഡ്. അതാണ് പറഞ്ഞ അണ്ണല്ലേ പറഞ്ഞ ഈ ഗ്രാഫിക്സ് അണ്ണനെ കളിക്കാൻ തൊരകറിക്കണെന്ന് പറഞ്ഞ ഈ ഗ്രാഫിക്സ് ഇട്ട്. എന്തിനാ അങ്ങോട്ട് പോണേ? ഈ പാലം വഴി പോയ പോരാടാ അണ്ണാ. അതാണ് എളുപ്പം അണ്ണാ. വാ ഇതുവഴി അങ്ങ് പോവാം. വാ 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 വാ. എന്നിട്ട് ഇവിടെ റൈറ്റ് എടുത്തോ. ഇവിടെ നേരെ റൈറ്റ് എടുത്തോ. ആ ഇവിടെ റൈറ്റ് സ്ട്രെയിറ്റ് എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് അങ്ങ് പോയാൽ മതി. ഈ വഴി നേരെ അങ്ങ് പോയാൽ മതി. എനിക്ക് വഴി വേ പോയിന്റ് കാണിക്കുന്നുണ്ട്. കൂടുതൽ താളം വേണ്ട. നേരെ കഴിഞ്ഞല്ല. എത്താനൊക്കെ പറ്റി കേട്ടോ ചന്ദ്രു. നീ ചുമ്മാ മള്ളിയെ പറ്റിക്കല്ലേ. ഇതിലെ കൂടെ പോയാലെത്തും. ഹലോ 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 ആരാ ബ്രോ? ഞാൻ സിറ്റുവേഷനിലാണേ. വണ്ടി കാണും. നേരെ അണ്ണാ നേരെ അണ്ണാ മള്ളി നേരെ പോയത് വലിച്ച്. ഹലോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? എന്റെ ഒരു എംപ്ലോയി ആയിരുന്നു പുള്ളി. ട്രക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് പുള്ളി. ഞാൻ ഇവിടെ എത്തിയപ്പം ലാസ്റ്റ് റേഡിയോ കോള് ആരൊക്കെയോ വന്നെന്നുള്ള റേഡിയോ കോൾ ആയിരുന്നു. അപ്പൊ പുള്ളി ഇവിടെ കിടക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ട്രക്ക് അവരുടെ കയ്യിലാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അറിയത്തില്ല. ഈ വണ്ടിയാണ് അവര് ലാസ്റ്റ് ഞങ്ങൾക്ക് തന്ന റേഡിയോ കോൾ എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എന്തോ റേഡിയോ ഉണ്ട്. 188 റേഡിയോയിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് അവര് പറയുന്ന പോലെ ചെയ്യണമെന്ന്. ഞങ്ങളുടെ നിങ്ങൾക്ക് ട്രക്കും ഞങ്ങളുടെ പാവം പിടിച്ച ഞങ്ങളുടെ ഡ്രൈവറിനെ അവര് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. 188 എന്ന് പറയുന്ന റേഡിയോയിൽ കണക്ട് ചെയ്യണം. ബാക്കി ഇൻഫർമേഷൻ അവര് തരും. അവര് പറയുന്ന പോലെ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡ്രൈവർ അവരുടെ കയ്യില. ഡ്രൈവറും ട്രക്കും അവരുടെ കയ്യില. അവരുടെ ലൈഫ് പോകുന്നാണ് പറഞ്ഞേക്കുന്നത്. ഹലോ 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 കേക്കാവോ? ഹലോ കേക്കാവോ? ഹലോ 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 പറഞ്ഞോളൂ. നമ്മള് ട്രക്ക് അന്വേഷിച്ച് വന്നായിരുന്നു. ആ ട്രക്ക് ആക്ച്വലി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈസി ആയിട്ടൊന്നും കിട്ടത്തില്ല സാർ. അത് അല്ല ഈസി വേണ്ട, നമുക്ക് ആ ട്രക്ക് കിട്ടാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 611ലേക്ക് വിടും. എടാ ഒന്ന് ചില്ല. അവിടെ നിങ്ങൾ പറഞ്ഞ കേൾക്കണില്ലടാ. എന്തോ കേട്ടില്ല. 611 ആ പോസ്റ്ററിലേക്ക് നിങ്ങൾ എത്തണം. 611ലോ? അതെ. ഓക്കെ.
എടാ 611 ലൊക്കേഷനിലോട്ട് എത്തണം. എല്ലാരും വന്നേ. അത് കൂട്ടിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട കേട്ടോ സാറേ. എന്ത് വില കൊടുത്ത് അണ്ണനെ വിട്ടുകൊടുക്കല്ലേ? അണ്ണൻ അവർക്ക് വേണമെന്നാണ് പറയണേ. എടാ ചന്ദ്ര ചില്ലാവടാ. ബാബു ഒന്ന് കേറോ? വണ്ടി മറിക്കോ? ഒരു വണ്ടി ഇവിടെ പിക്ക് ചെയ്തിട്ട് വാ. എന്താ പറഞ്ഞ കേട്ടില്ല. ഒരു ഫ്രീ വണ്ടി എടുക്കേണ്ടതുണ്ട്. അവിടെ ഞാനൊരു ഫ്രീ വണ്ടി ഞാൻ വണ്ടി എടുത്തിട്ട് എടാ എനിക്കൊന്നും കേക്കണില്ല അളിയ, പ്രാന്താവണ അളിയ. ഹലോ, അതിൽ കയറി വേണം ഇവിടെ എത്താൻ. ഓക്കെ ഹലോ, ആ ഫ്രീ വണ്ടിയിൽ വേണം വരാൻ. ഞാൻ ഒറ്റയ്ക്കാണ് വരണ്ടേ? 2 പേര് വരെ വരാം. നിങ്ങളുടെ കൂടെ ഒരാൾക്കും കൂടി വേണമെങ്കിൽ വരാം. നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഒരാളായിട്ട്. ഓക്കെ ഞാൻ വരാം. വീടിന്റെ ആധാരം എടാ ചന്ദ്ര അളിയ വാടാ, ഒന്ന് ചെയ്ത് കൺസേമിന് തീർക്കാണ് അളിയ. ചില്ല അവിടെ എനിക്ക് പ്രാന്താവണടാ. എനിക്ക് എല്ലാ കോൾക്കെല്ലാം അവിടെ കേട്ടിട്ട് പ്രാന്ത് പിടിക്കുന്നു അളിയ. വാ നീ വാ. ഇല്ല നീ വാ. നീ എടാ ചന്ദ്രൻ കേട്ടിനകത്ത് ചന്ദ്രൻ കേട്ട് ബാബു. നീ ആ വണ്ടി എടുത്തിട്ട് പുറകെ വാ. 2 റേഡിയോയും കൂടെ കിടന്ന് അലച്ച് എനിക്കൊന്നും കേൾക്കണില്ല അളിയ. അവര് പറയണൊന്നും ഇതാവൊന്നും ഇല്ല. എനിക്കെന്തോ പ്രാന്താണ്. ടെൻഷൻ ആവണ്ടെങ്ങനെ സെറ്റ് ആക്കല്ല. നീയാണടാ ഏറ്റവും വലിയ ടെൻഷൻ പുണ്ടച്ചിപ്പൂ. എടാ എന്റെ കൂടെ കേറി വരണ്ട കേട്ടോ. എന്റെ കൂടെ കേറി വരണ്ട. ഞാൻ 2 പേര് ചെന്നാ മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ കുറച്ച് ബാക്കിൽ നിന്നോ കേട്ടോ. ഓക്കെ 615 അല്ലേ? എടാ ഞാൻ 2 റേഡിയോയിൽ കണക്റ്റഡ് ആണ്. എല്ലാവരും കിടന്ന് അലക്കല്ലേ, അതാണ് പറഞ്ഞേ. എടാ 611 ഒന്ന് മാർക്ക് ചെയ്യോടാ. ചന്ദ്ര നിങ്ങൾ എന്റെ അടുത്തോട്ട് വരണ്ട. കുറച്ച് ഞാൻ 611 ആണ് ലൊക്കേഷൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി റേഡിയോ കോൾ പറഞ്ഞോളാം. ഹലോ എടാ നിങ്ങൾ അവിടെ പോയി നിക്കല്ലേടാ. അങ്ങോട്ട് പോയില്ല, അടുത്തെത്തി. ഹലോ മിസ്റ്റർ പെട്രോസ്. കേക്കാം പറഞ്ഞു. ഇനി പറയുന്നത് വേണം കേൾക്കാൻ. ഓക്കെ. എടാ നമ്മുടെ റേഡിയോ ഒന്നും മിണ്ടായിരിക്കാൻ പറയണടാ. പോകുന്ന ആളുകളെല്ലാം എന്റെ ആളുകളാണ്. അവർക്ക് പോറൽ പോലെ എടാ അളി എനിക്ക് തരുന്നതുമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടിയിരിക്കും. എന്തോ കേട്ടില്ല ഒന്നുകൂടെ പറയോ? അതായത് നിങ്ങൾ അടുത്തതായി കാണാൻ പോകുന്ന പല ആളുകളും എന്റെ സ്വന്തം ആളുകളാണ്. അവരുടെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽക്കാൻ പാടില്ല. ഓക്കെ. അവര് തരുന്ന ഒബ്ജക്റ്റീവ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ. എടാ നിന്റെ ഇതൊന്നും എടാ എനിക്ക് എന്താ ഈ പാത്ത് കാണിക്കാത്ത അളിയാ? പാത്ത് കാണിക്കില്ല. നേരെ പോ സ്ട്രൈറ്റ്. ഞാൻ പറഞ്ഞോട് സ്ട്രൈറ്റ്. സിമ്പിൾ വഴിയാണ്. അലക്കില്ലെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദേഷ്യം വരണം. പോവുക അവിടെന്ന് ലെഫ്റ്റ്. അതല്ല ബ്രോ, അവരൊരു ആർപി ചെയ്ത് വെച്ചേക്കാം. നമ്മളപ്പോ അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. അപ്പൊ വെറുതെ ഇവിടെ തമാശ കളിക്കരുത്. ലെഫ്റ്റ് നേരെ. ഇനി എങ്ങോട്ടാ? എനിക്ക് കാണിക്കുന്നില്ല, വഴി കാണിക്കുന്നില്ല. വേപ്പോ ഈ വലിയ വഴി നേരെ പോയാൽ 620 എത്തി. 670 614. ഇപ്പൊ മിനിമം കാണാൻ ഞങ്ങളാ വേപ്പോയിൽ എത്താറായേ. അതിന്റെ ബാക്കിൽ ഒരു പാർക്കിംഗ് ഏരിയ കൊന്നോട്ടെ ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് ഈ കാർ എടുത്തുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. കാർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ. ലൊക്കേഷൻ മൂവ് ചെയ്തോളൂ, ലൊക്കേഷൻ തരുന്നതായിരിക്കും. എന്റെ അഹങ്കാരം കണ്ടല്ലേ. അല്ല ലെഫ്റ്റ് തന്നെ പോ ബാക്കിലോട്ട് തന്നെ പോ. എന്റെ അഭിപ്രായത്തിൽ ഇത്
ആ ലൊക്കേഷൻ പറയാനില്ലല്ലോ. ലൊക്കേഷൻ റെഡി ചേരി ഇല്ല, വണ്ടിക്കകത്ത് കേറിയിട്ട് പറയാന്നാ പറഞ്ഞത്. അണ്ണ ചോരി അമ്മരൊന്നും ചെയ്യൂല. പിന്നെ വല്ല ചോക്കനെ കറിയണമല്ല. ലൊക്കേഷൻ അപ്ഡേറ്റ് കിട്ടിയില്ലായിരുന്നു. ഹലോ 845 അടുത്തുണ്ടോ? 845 അതിവിടെ തൊട്ടടുത്ത് 845 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇൻസ്റ്റന്റ് മുമ്പി 845 തൊട്ടപ്പുറത്ത് 834 ആയി. നീ ഇപ്പൊ എന്തോ മാർക്ക് ചെയ്തേക്കുന്നത്? ആണേ എന്റെ മാർക്ക് കേട്ടോ. വരത്തില്ല. ഇത് ഞാൻ ഓടിക്കണം പെട്ടെന്ന് ഓടിക്കാം. അല്ല, ഇത് രണ്ട് മാർക്ക് കിടക്കുന്നു ബാക്കിൽ. അല്ലല്ലോ, കേക്കാം പറഞ്ഞു. ലൊക്കേഷൻ ചേഞ്ച് ഉണ്ട്, കാരണം കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, 854 മൂവ് ചെയ്യേണ്ടതാണ്. 854. അതെ ചന്ദ്ര 854. 854 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന വേ പോയിന്റ് ആണോ? നേരാണ് വേ പോയിന്റ്. അണ്ണാ നേരെ പോയ ദേശം ഞാൻ പറഞ്ഞുതരാം. വഴി കറക്റ്റ് തന്നെ. പോട്ടെ. നമുക്ക് ഓഫ് റോഡ് എടുത്ത് പോയാലോ? ഇച്ചിരി അഹങ്കാരല്ലേ. ഓഫ് റോഡ് വണ്ടി മറിച്ച് ഗ്യാങ് പിള്ളേരോട് പറയാം ഞാൻ. എടാ, ഇത് നീ ഗ്യാങ്ങിലെ പിള്ളേരുടെ അടുത്തൊന്ന് പറയടാ റേഡിയോയില്. എടാ ലൊക്കേഷൻ 854 ആണ്. അവിടെ വരെ വരണ്ടാന്ന് പറ. നിങ്ങൾ അവിടെ വരണ്ട. ആ ഒരു ലൊക്കേഷൻ അടുത്താണ് നമ്മളിപ്പോ നിക്കുന്നത്. 854 റെഡി കേക്കാവോ? 854 854. നേരെ പോണം. കറങ്ങി കയറാൻ പറ്റത്തുള്ളൂ. 854. അടച്ചു കെട്ടി വെച്ചേക്കുക. ലെഫ്റ്റ് ഇതിന്റെ അകത്തോട്ട് കയറാൻ പറഞ്ഞ വഴിയും കാണാം. ഇതിനകത്ത് കയറണമെങ്കിൽ ഇനി 50 കിലോമീറ്റർ നമ്മൾ റോഡിൽ കൂടെ പോയിരുന്ന മെയിൻ എൻട്രൻസിൽ കൂടെ വരായിരുന്നു. എന്ത് കാര്യമുണ്ട് ചന്ദ്ര മുമ്പിക്കാനായിട്ട് കൂടെ കയറിയിരിക്കുന്നു. ഇതെന്തൊരു എയർപോർട്ടാ? ഇത് എയർപോർട്ട്. പ്ലെയിനിലാണ് കൊണ്ടുവരണ ഈ കുണ്ണാള്. ഇതിനകത്ത് കയറാൻ പറ്റൂല. ഇതിനകത്ത് കയറാൻ പറ്റരുന്ന എൻട്രൻസ് ഉണ്ടോ? ഇതെങ്ങനെ എൻട്രൻസ്? ഇത് ഫ്ലൈറ്റ് പൊങ്ങുന്ന സ്ഥലമല്ലേ? അതിന്റെ അപ്പുറത്തൂടി പോയാ ഉണ്ടാവോ? നേരെ പോയ വേ പോയിന്റ് നോക്കി. എന്റെ കോണം മാറണേ ചന്ദ്ര. അതിനൊക്കെ എന്റെ ടാക്ടിക്സ് ഉണ്ട്. എന്ത്? ഇവിടെ ചാടി ഓടുക. അവരെന്തായാലും അല്ല, ഈ വണ്ടിയാണ് അവർക്ക് വേണ്ടുന്നത്. അതെ വഴി നേരെ അതെ കേറി. എവിടെ കേറി? നമ്മളിപ്പോ അതിന്റെ അകത്ത. ഇതിനകത്തോ? നേരെ പോയ ഗേറ്റ് ലെഫ്റ്റ് ഗേറ്റ്. ഇടിച്ചങ്ങ് കേറണ അല്ലേ? നമ്മളെന്തോരം ടിവിയുടെ വണ്ടി പോണത്. എടാ കേറില്ല. 854 അകത്തോട്ട് കേറില്ല. വെയിറ്റ് ചെയ്യേ. ഹലോ, ഈ വണ്ടി ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞായിരുന്നു. വരുവാ. ഈ വണ്ടി എടുത്തോണ്ട് പോകും. ബാക്കിയെല്ലാം റേഡിയോയിൽ പറയും. ഓക്കെ. ഇവര് സ്ക്രാപ്പിന്റെ പണി തുടങ്ങിയാട്ടാ. ഒരു സ്ക്രാപ്പിന് പണി തുടങ്ങി ഇവര്. എനിക്കെന്റെ കോണം വരുന്നുണ്ട്. എനിക്ക് ചോര് റെഡി ചോര്. അടുത്ത വണ്ടി കിട്ടിയായിരുന്നു. ലാസ്റ്റ് പറഞ്ഞല്ലേ കുനിഞ്ഞിരിക്കേ. മിസ്റ്റർ പരുന്ത്. യെസ്. തേർഡ് വെഹിക്കിൾ കയ്യിൽ കിട്ടിയോ? കിട്ടി.
വണ്ടി കിട്ടി. ഞാൻ അടുത്ത ആലപ്പുഴ സാധനം കളക്ട് ചെയ്ത് 2 വെഹിക്കിൾ ഡെലിവറി ചെയ്തല്ലോ. എന്തോ കേട്ടില്ല. നിങ്ങൾ ഡെലിവറി ചെയ്ത 2 വെഹിക്കിൾസ് ഉണ്ടല്ലോ, ആ ഇത് രണ്ടും ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഉള്ള വെഹിക്കിൾസ് ആയിരുന്നു. ഈ സിറ്റിയിലേക്ക് അത് കടത്താൻ നിങ്ങളും ഞങ്ങളെ സഹായിച്ചു. ഇപ്പോ ഓക്കെ, നിങ്ങളും ഇതിലൊരു കണ്ണിയാണ് ഇപ്പോ. പറയാം വെയിറ്റ് അതുകൊണ്ട് അവിടെ ലാസ്റ്റ് വെഹിക്കിൾ നിങ്ങൾ ഡെലിവറി ചെയ്ത് അവിടെയുള്ള ഡ്രൈവറെ, അത് അവനെന്താ വെച്ചാൽ ചെയ്തു, അവൻ മിസ്റ്റർക്സിന്റെ എന്തോ ആണ്, അവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് മിസ്റ്റർക്സ് ആയിട്ട് നിങ്ങളുടെ ഡീൽ എന്താണോ അത് പറഞ്ഞാൽ മതി. ആ ട്രക്ക് അവിടെ നിന്ന് നിങ്ങൾ എടുക്കുന്ന നിങ്ങൾക്കുള്ള പാരിതോഷികമാണ്, ഞങ്ങൾ തരുന്ന പാരിതോഷികം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് വണ്ടി ഇവിടെ എന്താ ചെയ്യണ്ടേ? ലാസ്റ്റ് വെഹിക്കിൾ 659ലേക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം. അവിടെ ഒരു പഞ്ചപാവൻ ഡ്രൈവർ ഇരിപ്പുണ്ട്, അവനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവന്റെ കുടുംബത്തിനെ വെച്ചാൽ ഞങ്ങൾ ഈ പണി കളിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ അവരോട് ചെയ്യാം. 659 ചന്ദ്ര. ഓക്കെ. 659 അതെവിടാ അറിയോ? എവിടെ അറിയണേ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. 59 that postal doesn't exist. 654 മാർക്ക് ചെയ്യാറുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, അവിടെ ചെല്ലുമ്പോ എല്ലാം മനസ്സിലാവും നിനക്ക്. 659 അല്ലേ? 5 3 6 5 6 അതാ 7 659. 659 ആണെങ്കിൽ താഴട്ടല്ലേ? താഴട്ടെ അല്ല അതല്ല. ഓ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, നോക്കട്ടെ. 65 6 6 6 മാർക്കുണ്ട്. ഞാൻ മാർക്കുണ്ട് 659 മാർക്കുണ്ട്. പക്ഷേ പ്രശ്നം വേപ്പോയിലേക്ക് പോയി. എടാ 659 659 അല്ലേ? 69 659 അല്ലേ? 659. 659 എടാ 659. ഹലോ റേഡിയോ. 659 നിങ്ങളോട് ചുമ്മാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയണേ? കറക്റ്റ് ആയിട്ടേക്കാണ് 659. ചുമ്മാ പറയോ? ചുമ്മാ കേട്ടതും ഇല്ല അറിയത്തും ഇല്ല, ചുമ്മാ 659 ഇതാണ് കറക്റ്റ്. ചന്ദ്ര ഗണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ. ഞാൻ തീർക്കട്ടാ. പറയാം. എടാ ഞാൻ എന്നൊക്കെ കൺസൈൻമെന്റ് അടിക്കാൻ വന്നാൽ ഇതാ അവസ്ഥ. ഒരു വട്ടം എന്നെ ബോട്ടിനകത്തിട്ട് ഒരു ബോട്ട് പണിയത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? തറ നോക്കി ഓടിച്ചേ ചാറ്റി നോക്കല്ലേ? തറ നോക്കി ഓടിക്കല്ലേ? എടാ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം അവിടെ തന്നെ. ഞങ്ങളുടെ ഓടണ്ട, ഞങ്ങളെ നോക്കിട്ടാ. അല്ല എവിടെയാണ് ഓടണേ? ഞാൻ നിന്നെ തറ നോക്കി ഓടിച്ചതാ, നിന്നെ നോക്കി. അതെങ്ങനെ കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. അളിയ ഇത് ഏതാടാ ഈ സ്ഥലം? ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് കഴിഞ്ഞ കൺസൈൻമെന്റ് ഓർമ്മയുണ്ടോടാ? ഓ, ഒരു ബോട്ടിനകത്ത് കൺസൈൻമെന്റ് അടിക്കാൻ പോയ ഓർമ്മയുണ്ടോ? ബോട്ടിന്റെ അകത്താ? ഒരു ഷിപ്പിനകത്ത്. അന്ന് അവിടെ അടിക്കാതെ നിന്ന ഒരാള് നിന്നോടൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയില്ല. അത് ഓർത്തിരുന്ന നന്നായി. ഇത് കൂടുതലല്ലേടാ ഇത്? ഞാൻ എവിടെ എത്തിയത്? ഇത് കളഞ്ഞൊരു രക്ഷ എത്തി. അപ്പുറത്ത് കൂടല് എന്തൊക്കെയാണോ ദൈവം. നമുക്ക് ലോറി കിട്ടിയേ. ഹലോ, ഞങ്ങള് ഈ ട്രക്ക് കൊണ്ടുപോകാൻ വന്ന. ട്രക്ക് തന്നേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. TVA 262
അതിപ്പല്ല അതിപ്പല്ല അവ എന്നിട്ട് 262 പേരും വരും ഇവിടെ ടിവിയില്, മനസ്സിലായോ? ടിവിയില് 262 പേരും വരും ഇവിടെ ഇപ്പൊ വണ്ടി തന്നില്ലെങ്കിൽ. അതാണ് ഞാൻ 262 പേർക്ക് വരാൻ പറഞ്ഞത്. 262 മനസ്സിലായോ? നിങ്ങളുടെ ഫാമിലിക്ക് എന്ത് പറ്റി? അറിയില്ല സാർ, അവര് കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ കയ്യിലല്ലേ. അപ്പൊ ആരെ കയ്യില്? അവരുടെ പേര് എനിക്കറിയില്ല സാറേ. അവര് പെട്ടെന്ന് എന്നെ ഗണ്ണേന്ന് ചെയ്ത് എന്റെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്ത്. ഫാമിലി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഈ ട്രക്കാണോ ഇമ്പോർട്ടന്റ്? നേരെ നിങ്ങൾ ഇതാ ഈ വണ്ടി എടുത്ത് ഫാമിലി പിക്ക് ചെയ്യാൻ പൊക്കോ. അതെ ഈ വണ്ടി എടുത്തോ. എടാ നമുക്ക് ഈ ട്രക്ക് എടുത്താൽ പറ്റും. നിന്റെ ഭാര്യ മക്കളെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളെ ഞാൻ വിശ്വസിച്ചോട്ടെ? ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ട്രക്ക് ഞങ്ങൾ സേഫ് ആയിട്ട് പാലാട്ടോ ഗറാജിൽ എത്തിച്ചേക്കാം. ഈ ട്രക്ക് എത്തിച്ചാൽ നിങ്ങളെ ഭാര്യ മക്കളെ തിരിച്ചു കിട്ടുമോ? അറിയില്ല സാറേ, അവരെന്താ പറഞ്ഞൊന്നും അറിയില്ല സാറേ. ഇതിനകത്താണോ കണ്ണുള്ളത്? നല്ല ഇതിനകത്ത് കണ്ണുണ്ടോ? സാറേ ട്രക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടേ. ഹലോ സാറേ ഞാൻ തന്നെ എൻക്വയറി ചെയ്തോളൂ സാറേ. നിങ്ങൾ എന്നെ ജീവനോട് വിട്ടാൽ മതി സാറേ. ആ ജീവനോട് വിട്ടോ, ഞങ്ങൾ ജീവനോട് വിട്ടിരിക്കും. ഇല്ല പൊക്കോ ചന്ദ്ര മാറി നിങ്ങൾ വണ്ടി എടുത്തോട്ടെ? എടുത്തോ എടുത്തോ. താങ്ക് യു സാറേ. സാറേ ഇൻകേസ് എനി ഇഷ്യൂ എന്നെ സഹായിക്കില്ല സാറേ? ഉറപ്പായിട്ട് സഹായിക്കാം. എന്റെ നമ്പർ 3333. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ സാറേ. ഹലോ ഹലോ, കേക്കാമോ? കേക്കാം. ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ. ഒരു കാര്യം ചെയ്യോ? ഒരു മിനിറ്റ് എടാ, ഇനി വന്നേ. മിസ്റ്റർ എക്സ് അല്ലേ നമുക്ക് കൺസൈൻമെന്റ് തന്നേ? അപ്പൊ മിസ്റ്റർ എക്സിൽ ഒരാളല്ലേ ഈ നിക്കുന്നേ? തന്നെ അല്ലേ? ആണോ? അപ്പൊ സേവ് ചെയ്യട്ടെ. ആരെ? നിന്റെ അച്ഛനെ. അവരെ സേവ് ചെയ്യണം. അല്ല, ഇവന്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചു നോക്കാം. അതെ സാറേ. മിസ്റ്റർ എക്സ് ഉള്ളതാണോ? അതെ സാറേ. അയ്യോ, അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. വാ എടാ, എടുക്കണ തോളത്തിനക്ക്. അയ്യോ, നമ്മളെ ഓർത്ത് എന്താണെന്നറിയോ? ഈ ട്രക്ക് മോട്ടിച്ചോണ്ട് വരാൻ പോകുന്നതാണല്ലോ. തോളത്തിനക്ക്. വാ മണ്ടൻ. എടാ, ഇനി നമ്മുടെ മിസ്റ്റർ എക്സ് ആദ്യം നിന്ന സ്ഥലമില്ലേ, അവിടെ പോണം. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ നിനക്ക്? അത് അവളോട് പറയണ അണ്ണാ, അത് 6915. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനെ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ടേ. ആള് കുറച്ച് രണ്ടുപേര് വന്നോളൂ. ഗ്യാങ് ലീഡർ കോ ലീഡർ വന്നോളൂ. നമുക്ക് ത്രെട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാരും അങ്ങനെ ഉള്ളിലേക്ക്. എടാ പറഞ്ഞ വരല്ലടാ. ഗ്യാങ് ലീഡർ കോ ലീഡർ മാത്രം വാ. പണ്ടേ ഞാൻ പറഞ്ഞുള്ളൂ എന്നെ കോഴിയിടാക്കാൻ. താങ്കളുടെ ഭാര്യയും മക്കളുടെ സേഫ് ആണോ? അവർ സേഫ് അല്ലേ? ഓക്കെ. വണ്ടി ബാക്കി എല്ലാവരും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഹലോ, വണ്ടി ക്ലിയർ ചെയ്യാൻ പറഞ്ഞടാ. എന്നാ മാഡത്തിനോടാണോ സംസാരിക്കുന്നത്? ഹലോ മാഡം. ഹലോ സാർ, ആരോടാ സംസാരിക്കണ്ടേ? വന്നു ഇവരോട് വന്നു, നേരത്തോട്. ഹായ് മാഡം. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആക്ച്വലി ഭയങ്കര പാനിക്കായി അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഇടപെട്ടത് കൊണ്ട് ആളുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. താങ്ക് യു മിസ്റ്റർ വാസു. നമ്മള് PD സൈഡ് നോക്കിയപ്പോ അവരെന്തോ ട്രെയിനിങ്ങിനായിട്ട് US എന്തോ പൊക്കമായിരുന്നു, മിലിറ്ററി ട്രെയിനിങ്ങിന് എന്തോ. അപ്പം നമ്മള് ട്രക്ക് നിങ്ങൾക്ക് തന്നു വിട്ടിട്ട് നമുക്കൊരു സ്ഥലത്ത് ഈ ട്രക്ക് എത്തിക്കാനായിരുന്നു. കാരണം നമുക്ക് ഡയറക്റ്റ് ഇത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിച്ചപ്പോഴാണ് നമ്മുടെ ഇവരെ ആരോ ഇത് തേർഡ് പാർട്ടി ഇത് അറിഞ്ഞിട്ട് നമ്മുടെ ആളെ അടിച്ചിട്ടിട്ട് ഒരു ട്രക്കും കൊണ്ട് പോയത്. നിങ്ങൾ നമുക്ക് എല്ലാ വട്ടവും സപ്ലിമെന്റ്സ് ഒക്കെ തരുന്ന മിസ്റ്റർ, നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങളല്ലാതെ പിന്നെ ആരാ നിൽക്കുക?
അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ തന്നെ വിളിച്ചത്. താങ്ക് യു സർ. ആള് കുറച്ച് പാനിക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആള് കുറച്ച് ഫാമിലി കൺസേൺഡ് ആണ്. ഭാര്യയും മക്കളൊക്കെ സേഫ് ആണോ എന്ന് പുള്ളിക്ക് അറിയണമെന്ന് പറഞ്ഞു. അതെ അതെ ഓക്കെ TVA 262. സോ അതേപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ എന്തോ സിവിലിനെ ഗണ്ണ ഓടിച്ചായിരുന്നല്ലേ? എന്താണ്? അതെ സിവിലിന്റെ കണ്ട ഞാൻ എത്ര പിടിച്ചത്? 2 കണ്ണം തോന്നുന്നു. അപ്പോ നിങ്ങക്ക് ടോട്ടൽ വരുന്ന 75 ഗൺസ് ആയിരിക്കും. ഓക്കെ, സോ 5 ഗണ്ണ് അത് ചെയ്തതിന് ഗിഫ്റ്റ് ആണ്. താങ്ക് യു. നിങ്ങൾ അന്ന് ഗണ്ണ് പിടിച്ചില്ലേ? എല്ലാരും അടിച്ചു പോയോ? ഹലോ, ഒരു കണ്ണ് എനിക്ക് ചോദിക്കല്ലേ, ഇത്ര വണ്ടി ഓടിച്ചതല്ലേ? ഹലോ കത്തിപ്പോയോ? ഹലോ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഒരു വണ്ടി പോയത്. ഓക്കെ വെൽ ഡൺ വാസു, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഹെൽത്തി ഫുഡാണോ കഴിക്കണത്? തണ്ണിമത്തൻ കഴിക്കുന്നു ചോദിച്ചതാ. തണ്ണിമത്തൻ ഞാനിപ്പോ അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ ഫുൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്.